ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർ ശക്തൻ പാലസ് കാണാൻ പോവാണ്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അവിടെ പുതുക്കി നല്ല ഉദ്ഘാടനമൊക്കെ തീർന്നേക്കാൻ നമ്മൾ അറിഞ്ഞുല്ലോ. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ വണ്ടിയിലെത്തിയിട്ടാണ് നോക്കി 4 മണിക്കായിരുന്നു അത് ക്ലോസിങ് ടൈം. അപ്പോൾ നമ്മൾ 4 മണിക്ക് തന്നെ ഇറങ്ങിയിട്ട് 4:30 നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോഴാണ് നോക്കി. അപ്പോൾ നമ്മൾ നേരെ ബോണ്ടത്താലയുടെ പരിപാടിക്ക് കിട്ടു. ബോണ്ടത്താലയിൽ അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ 100 രൂപയ്ക്കാട്ടോ ഒരാൾക്ക്. അപ്പോൾ നമ്മൾ കയറിയിട്ട് നമുക്കൊരു എൻട്രി പാസ്സൊക്കെ കൈമ കെട്ടാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കെട്ടണം. അത് കെട്ടാൻ നമ്മൾ ഉള്ളിൽ കയറ്റില്ല, അവർ നമ്മുടെ കൈമിക്ക് നോക്കും. അപ്പോൾ അതൊക്കെ കെട്ടി നമ്മൾ ഉള്ളിലേക്ക് കടന്ന് ഇങ്ങനെ വലിയ മനുഷ്യന്മാരൊക്കെ കാണാൻ പറ്റും. അയൺ മാൻ, ഇൻവിസിബിൾ മാൻ, സ്പൈഡർമാൻ, അങ്ങനത്തെ ഓരോ മനുഷ്യന്മാരുണ്ട്. പിന്നെ ജോക്കർ, അവരെയൊക്കെ പറയാണ്ട് വിടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ വലിയ മനുഷ്യന്മാരുടെ കൂടെ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പെർഫോമൻസ്, ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതേ ഒരുപാട് സർക്കസുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സർക്കസ് നമ്മൾ ഇത്തിരി നേരം കണ്ടിട്ട് നമ്മൾ നേരെ നടക്കാൻ തുടങ്ങി. ഇത് രാത്രി വന്നാൽ അടിപൊളിയാവും കേട്ടോ. നമ്മളിപ്പോൾ ഒരു 4:30 ആയ കാരണം 4:30 കുഴപ്പമൊന്നുമില്ല കേട്ടോ, ലൈറ്റ് കാണാം. അപ്പോൾ നമ്മൾ 6:30ക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നേരെ നോക്കിയപ്പോൾ നല്ല ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സാമ്പിൾസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക് അവിടുന്ന്. പിന്നെ നമ്മൾ കൊള്ളി വറുത്തിട്ട് മറ്റേ ലൈസിൻ്റെ ഒരു ഫ്ലേവർ ആയിട്ടില്ലേ, അത് വിൽക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പം നമ്മൾ അവിടുന്ന് 80 രൂപയാട്ടോ പൈന്. അപ്പോൾ അത് നമ്മൾ ഒരു പാക്കറ്റ് മേടിച്ചു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ അവർ തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നമുക്ക് മേടിച്ചാൽ മതി. നമ്മൾ ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് മേടിച്ചു. അപ്പോൾ നമുക്ക് ഇനി ഉള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം.
പറഞ്ഞില്ലേ കുറച്ചധികം നടന്ന് കാണാനുണ്ടെന്ന്. അപ്പോൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. പുൽക്കൂടിൻ്റെ അവിടെ എത്തണ വരെ നമുക്ക് നടക്കാനുണ്ട്. പിന്നെ കങ്കാരു ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, കാട് തന്നെ ഇറങ്ങി വന്നേക്കാന്ന് നമ്മൾ വിചാരിക്കും. നല്ല ഹാർഡ് വർക്ക് ഉണ്ടാവും ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കങ്കാരു പക്ഷികളെയൊക്കെ കാണാൻ പറ്റും. എന്തിൻ്റെ കുറവാണെന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചു നോക്കുക. ആന, പശു, കൂണ്, പുലി, കടുവ, ടോയ്ലറ്റിന് മുകളിൽ വരെ ഒരാൾ നിൽക്കുന്നുണ്ട് കടുവ. അപ്പോൾ വാഴയിലയുടെ ഉള്ളിക്കോടൊക്കെയാണ്. പിന്നെ നമുക്ക് ഡൈനോസർ ചേട്ടനെ കാണാം, വവ്വാൽ ചേട്ടനെ കാണാം. അപ്പോൾ എല്ലാവരും നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മൾക്ക് സൂയിലൊന്നും പോകേണ്ട, ഒറിജിനാലിറ്റി തന്നെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുതലച്ചേട്ടൻ ദേ അഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതേ ഒരു നമ്മളെ എത്താറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു ഗുഹയിൽ കൂടെയാണ് കൊണ്ടുപോകണേ. അപ്പോൾ നമ്മൾ നല്ല ലൈറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്, മാർബിൾ ലൈറ്റ് പോലത്തെ ഇട്ടിട്ട് നമ്മുടെ നോക്കണ പോലെ നമുക്ക് തോന്നും. പിന്നെ അവിടുത്തെ അടിപൊളി ലൈറ്റ്സ് കളക്ഷൻ ആട്ടോ. ഇവിടെ തുമ്പി വന്നിരിക്കുക, ഫ്ലവേഴ്സുമേ ഹണി ബി വന്നിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു, കാണാനൊക്കെ ഓക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇവിടെ വന്ന് നല്ല ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഇതേ എത്താറായി, മഞ്ഞുകാലമായി. അപ്പോൾ ഇതേ മഞ്ഞ് പെയ്തു തുടങ്ങി. പെൻഗ്വീൻസൊക്കെ ഉണ്ട്, ഹിമക്കരടി ഉണ്ട്. അപ്പോൾ ഇതേ നമുക്ക് കാണാൻ പറ്റും പെൻഗ്വീൻസ് മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ നമുക്ക് കാണാൻ തന്നെ പറ്റണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതേ നിങ്ങൾ എന്തായാലും പള്ളിയിലേക്ക് പോയി നോക്കണം. ലത്തീൻ പള്ളി ആട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ലത്തീൻ പള്ളി. അപ്പോൾ അവിടേക്ക് എന്തായാലും മസ്റ്റായി നിങ്ങൾ പോകണം. പിന്നെ ഇതേ നമ്മുടെ പുൽക്കൂട്ടിൽ എത്തി. മാതാവും ഔസേപ്പിതാവും ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ആട്ടുംകുട്ടിയുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ണീശോയും, പിന്നെ നമ്മുടെ ഗബ്രിയേൽ മാലാഖ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നല്ല കൈ കൂപ്പി നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന മാലാഖയും. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറായി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുറവ് വരുത്താത്ത നമ്മുടെ ലൈറ്റുകളും ഉണ്ട്. അപ്പോൾ ദേ ലൈറ്റൊക്കെ കാണാൻ അടിപൊളി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലേക്ക് ആടുന്നേരം പള്ളിയിൽ നോക്കുമ്പോൾ ഒരു ക്രിബുണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പോൾ നന്നായി അലങ്കരിച്ച പള്ളിയാട്ടോ ലത്തീൻ പള്ളി. അപ്പോൾ അതേ ഉണ്ണീശോ ബൈബിളിൽ ഇരിക്കുന്നുണ്ട്. നല്ല കുട്ടി ഉണ്ണീശോ ആട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ. പിന്നെ നമ്മളിത് വന്നപ്പോൾ തന്നെ ജീരക സോഡ കുടിച്ചതാട്ടോ. പിന്നെ നമ്മുടെ ക്രിസ്മസ് സാന്റാക്ലോസ് ഹാപ്പി ക്രിസ്മസിന് വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതേ മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് കാട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല ആർച്ച് പോലെ, അപ്പോഴും ഒരു ലൈറ്റിന് കുറവില്ല, ആർച്ച് പോലെ ആട്ടോ ലൈറ്റുകളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, സമയം പോണതേ അറിയില്ല. പിന്നെ നമ്മൾ നേരെ 7:45 കഴിഞ്ഞു അപ്പോഴേക്കും നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പിക്കും. അപ്പോൾ നമ്മൾ നേരെ പാർക്കിങ്ങിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോയ, റെസ്റ്റോറൻറ്റിലേക്ക് അൽഫാം റെസ്റ്റോറൻറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.